നല്ലൊരു മീനച്ചാർ ഇട്ടാലോ? ഞാൻ ഈ മീനിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. അങ്ങനെ പകുതി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ അടുപ്പിലേക്കാണ് വയ്ക്കുന്നത്. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് ഒഴിക്കുന്നില്ല, എന്നാലും ഇതൊന്ന് വറുത്തെടുക്കുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മീനിട്ട് വറുത്ത് കോരിയെടുക്കുകയാണേ. കുറേശ്ശെയായിട്ട് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരുപാടങ്ങ് മൂത്തൊന്നും പോകുകയും വേണ്ട, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വേവുകയും വേണം. അങ്ങനെ അത് മീനെല്ലാം വറുത്ത് കോരിയെടുത്ത് മാറ്റി വെച്ചു. ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉലുവയും കടുകും അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുത്തു. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്തു. ഇതിലേക്ക് സ്വല്പം വിനാഗിരിയും കൂടെ ചേർത്ത് ഈ മീൻ വറുത്ത് മാറ്റി വെച്ചിരുന്നതും കൂടെ മിക്സാക്കി കൊടുക്കാം. മീനിലേക്ക് ഉപ്പ് ചേർത്തത് കൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, എന്നാലും ഉപ്പ് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസത്തേക്ക് ഇരിക്കും.